ചക്കര സർപ്രൈസ് ആയിട്ട് എൻ്റെ പുതിയ അപ്പറിനെ കൂടെ കൊണ്ടിട്ടെന്നാലോ? വേണ്ടേ? നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞ ചക്കര. അപ്പോൾ എന്തായാലും ഗൈസ് നിജാസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കൂട്ടാനല്ല, റൂം എടുത്ത് കൊടുക്കാൻ, അവർക്ക് റെസ്റ്റ് എടുക്കണം, പിന്നെ ഡ്രസ്സ് എടുക്കണ്ടേ? ആ ഡ്രസ്സ് കൊണ്ടാ ഇവര് അപ്പോഴേക്കും പാട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കുറേ ഉണ്ടോ? അപ്പോൾ ഓല് വന്നിട്ട് രാവിലെ വന്ന് എടുത്തോട്ടെ കേട്ടോ. അപ്പം എന്തായാലും കൈസ് നമുക്ക് നിജാസിൻ്റെ അടുത്തേക്ക് പോവാം. പുതിയാപ്പള നമുക്ക് കല്യാണ തലേന്ന് തന്നെ നമ്മുടെ ചാനലിൽ കിട്ടും. ഈ വരുന്നുണ്ടോ? അപ്പം നമ്മളങ്ങനെ നിജാസിനെ പിക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ്. പിക്ക് ചെയ്യാൻ ഓൾറെഡി ഒരു കാറിലാണ് വരുന്നത്. നമ്മളെന്താക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൽക്ക് ആ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ പണിയുടെ തിരക്കിലാണ് എന്താക്കണേ അളിയനെ നമ്മളിവിടെ ആക്കി കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അത്രയും ദൂരത്തുനിന്ന് വരുമ്പോൾ നമ്മൾ നിമിഷക്കാർക്ക് എന്ത് കൊടുക്കണം? അതിൻ്റെ പ്രയോറിറ്റി കൊടുക്കണം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ചെക്കന്മാർ അതേമാതിരി ഉപ്പാര് അമ്മമാരെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ എന്താക്കണേ നിജാസിന് ഇവിടെ റൂം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ഇത്ര ദൂരം ആവുകൊണ്ട് പുതിയാപ്പള തലേ ദിവസം തന്നെ ഇവിടെ എത്തിക്കണേ. ഇനി ഒന്ന് ഫ്രഷായി ഉറങ്ങി രാവിലെ നേരെ നിക്കാഹിന് വരേണ്ടതാണ്. അപ്പോൾ ഉറക്കച്ചടവ് വേണ്ട വെച്ചിട്ട് ആ ഇന്ന് തലേ ദിവസം തന്നെ എത്തിയിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഇൻഷാ അല്ലാ 6 മണിയാകുമ്പോഴേക്കും എത്തുട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ചെറുപ്പളശ്ശേരി തന്നെ റോയൽ പ്ലാസയിലാണ് റൂം എടുത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അളിയനൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് നേരെ നമ്മുടെ നാട്ടിൽ അവിടെ പാട്ടും പരിപാടിയൊക്കെ ഗംഭീര പരിപാടിയാണ് കൈസ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകണം. നമ്മൾ എടുക്കുന്നത് ഇതിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല റൂമാണ് ഇതിനുള്ളത്. സുഖല്ലേ? റൂമൊന്ന് സെറ്റ് ചെയ്ത് തരാൻ. റൂം സെറ്റ് ചെയ്തല്ലേ? ഓക്കെ ഓക്കെ അല്ലേ? റൂം ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ ഗൈസ്? അളിയൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ കല്യാണ തലേന്ന് തല്ലുമാലയത്തെ മാതിരി അളിയന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. പേര് ജസീം. ഇത് നിങ്ങളെ കുട്ടി? കുഞ്ഞുമോളെ. ഇത് റമീസ് അളിയന്റെ അനിയനാണ്. ഇത് പിന്നെ കൊച്ചാപ്പാലെ മാമൻ. ഓക്കെ, അങ്ങനെ അവിടുത്തെ കല്യാണ തിരക്കൊക്കെ എന്തായി? അവിടുത്തെ കല്യാണ തിരക്കൊക്കെ ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കണം. ഇനിയിപ്പോ എപ്പോഴും ഉമ്മയൊക്കെ എപ്പോഴെത്താം? 10-10:30 ഇറങ്ങും. 10:30 ഇറങ്ങിയപ്പോൾ എത്ര മണിക്ക് എത്തും? രാവിലെ ഒരു 7 മണി 6:30 മണി ആ ടൈം ആകുമ്പോൾ പുലർച്ചെ ഇവിടെ ഓക്കെ. എന്തായാലും പോയി റെസ്റ്റ് എടുത്തോ. അതായത് നാളെ നിക്കാഹ് കുറേ നേരം സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുക. നല്ല ചോറ പരിപാടിയാണ്. തിരിച്ചങ്ങോട്ട് പോകണമല്ലോ. തിരിച്ചങ്ങോട്ട് പോകണം. അതുകൊണ്ട് റെസ്റ്റ് എടുത്തോളേ. പിന്നെ ആരെ ഡ്രസ്സ് എടുക്കാൻ വരുന്നുണ്ട്? ഡ്രസ്സ് അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡ് ഇപ്പൊ കഴിച്ചിട്ടില്ലല്ലോ അല്ലെ? അല്ലെങ്കിൽ അവിടുന്ന് ഞാൻ കൊടുന്നുതരാം. കൊടുന്നുതരാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവര് വരികയാണെങ്കിൽ ഇവര് കൊടുത്തയക്കാം. എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, അവിടെ കല്യാണ തിരക്ക് തകൃതിയായിട്ട് നടക്കണം. ഈ റൂം ഓക്കെ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട്. നോക്കിയല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി ബാക്കിയുള്ളവരുടെ റൂമിന്റെ താക്കോലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോ. ബാക്കി നാളെ കാണാം. ഞാൻ നിക്കാഹിന്റെ കാര്യം ഞാനിപ്പോ പോയിട്ട് വിളിച്ചു പറയാം എത്ര മണിക്ക് ഇറങ്ങേണ്ടി എന്നുള്ളത്. ഓക്കെ, അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അളിയന് നല്ല റൂമൊക്കെ എടുത്തു കൊടുത്ത്. കാരണം നമ്മളവരെ കറക്റ്റ് പരിഗണിക്കണം കേട്ടോ. കാരണം ഇത്രയും ദൂരത്ത് നിന്ന് വരുമ്പോൾ ഒന്നും അറിയാത്ത നാടല്ലേ. അപ്പം നമ്മൾക്ക് അറിയാം നമ്മുടെ എത്ര തിരക്കാണെങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടുന്ന് തിരിയാനുള്ള ഗ്യാപ്പില്ല. അത്രയും തിരക്കാണ് അവിടെ. കാരണം ഞാനവിടെ ആൾക്കാരെ മാനേജ് ചെയ്യേണ്ടതും പാട്ടിൻ്റെ ഒക്കെ നമ്മൾ നോക്കണം. ഓക്കെ, അതിൻ്റെ ഇടയിൽ നമ്മൾ അളിയനെന്താക്കി, അളിയന് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. അവരെ വീട്ടുകാർക്കുള്ള റൂം സെറ്റ് ചെയ്ത് കൊടുത്തു. ഇൻഷാല്ലായിട്ട് നാളെ വരും. എന്തായാലും കല്യാണത്തിൻ്റെ തലേന്ന് തന്നെ അവരുടെ എത്തിയപ്പോൾ ഒരുപാട് പേര് സംശയങ്ങളുണ്ടാവും. എന്തിനാണ് കല്യാണത്തിൻ്റെ തലേന്ന് തന്നെ വരുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടാവും. കാരണം ഒന്ന് ഞാൻ പറയാം, ഇത്ര 300 കിലോമീറ്റർ താണ്ടണം. രാവിലെ 10 മണിക്ക് ഇറങ്ങിയ ആളുകൾ ഇപ്പോൾ എത്തണത് 8 മണിക്കാണ്. അത്രയും ദൂരമാണ് യാത്ര ചെയ്യാൻ. അപ്പോൾ പിന്നെ നാളെ അവർ പുലർച്ചയ്ക്ക് പോന്നാൽ ഇനി നിക്കാഹിന് ഇവിടെ എത്താൻ കഴിയൂല. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനമായില്ല വെച്ചാൽ. നിക്കാഹ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സമാധാനമായി. കാരണം ടെൻഷനും കാര്യങ്ങളോ ഒന്നും നമുക്കില്ല പിന്നെ. അപ്പോൾ അത് നമ്മളെന്തായാലും ഭംഗിയായിട്ട് നടക്കണം. അതിൻ്റെ കാര്യങ്ങളും ഒരുക്കങ്ങളൊക്കെയാണ് ഞാൻ ഫോനോട് പറഞ്ഞു. ഇനി ഫോൺ കളിച്ചിരിക്കാൻ അതിനൊന്നും നിൽക്കണ്ട. എന്തായാലും പോയി കടന്നുറങ്ങുക.
നാളെ സ്റ്റേജിൽ കയറി നിൽക്കാതെ ഒക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നമ്മളെ വീട്ടിലോട്ട് പോകണം. ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. ജസ്റ്റ് ലൈറ്റ് ഇട്ടുള്ളൂ ഞാൻ പക്ഷേ അല്ലെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുപോയി കുത്തും. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ അവർ വന്നു എന്നുള്ള അറിയിച്ചതാണ്. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്ഡേഷൻസ് ഞാൻ അറിയിക്കുന്നുള്ളത്. അങ്ങനെ അവരിവിടെ എത്തിയിട്ടുണ്ട്. ആളെ ഞങ്ങൾ കല്യാണം തലേന്ന് തന്നെ കാണാൻ പറ്റി. എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ കാര്യങ്ങളോ ഒന്നും